إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ നാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൂക്ഷ്മതയുള്ള അടിയാറുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്ത് ജീവിക്കുന്ന അവൻ്റെ ഉത്തമദാസന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിൻ്റെ പുണ്യകരമായ ദിനരാത്രങ്ങളെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തുവാൻ, ഏറ്റവും ചൈതന്യവത്തായി ഉപയോഗപ്പെടുത്തുവാൻ നാഥൻ നാം ഓരോരുത്തരെയും തുണയ്ക്കുമാറാകട്ടെ. നമുക്കറിയാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് നാം റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവ്വലുഹു റഹ്മ ഔസതുഹു മഗ്ഫിറ ഫാഹിറുഹു ഉത്ഖും മിനന്നാർ. അങ്ങനെയാണ് അത് പറയപ്പെട്ടിട്ടുള്ളത്. ആദ്യം അത് റഹ്മത്തിൻ്റെയും, രണ്ടാമത് അത് മഗ്ഫിറത്തിൻ്റെയും, മൂന്നാമത് നരകവിമോചനത്തിൻ്റെയുമായ നാളുകളായിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 10 നോമ്പുകൾ കഴിഞ്ഞ ദിവസത്തോടുകൂടെ കഴിഞ്ഞു. രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഏറ്റവും വലിയ ആശയും ആശങ്കയും പരിശുദ്ധ റമദാനിൽ അവനെ മതിക്കുന്ന 2 വിഷയങ്ങളാണ്. ഒന്ന്, തൻ്റെ പാപങ്ങളെ കുറിച്ചിട്ടുള്ള വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ. കഴിഞ്ഞു പോയിട്ടുള്ള ജീവിതത്തിലെ പാപഭംഗിലമായ ജീവിതം അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഓർമ്മകൾ, അതാണ് അവൻ്റെ ആശങ്ക. മറുഭാഗത്ത് റമദാനെ കുറിച്ചുള്ള വല്ലാത്തൊരു ശുഭപ്രതീക്ഷ അവനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫറ ലഹു മാ തഖദ്ദം മിൻ ദൻബി. ഈ പരിശുദ്ധ റമദാനിൽ നിസ്കരിക്കുകയും അതേപോലെ തന്നെ നോമ്പനുഷ്ഠിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിഞ്ഞ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് പുറത്തു തരും. അങ്ങനെ പുറത്തു തരപ്പെടും എന്ന ഒരു ഉറച്ച വിശ്വാസം, ഒരു പ്രതീക്ഷയുടെയും, എന്നാൽ അതോടൊപ്പം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ പാപഭാരങ്ങളുടെ, ദുഃഖങ്ങളുടെ, അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രവർത്തനങ്ങളുടെ, നെറികേടുകളുടെ, അതേപോലെ തന്നെ ദുഷ്ചെയ്തികളുടെ ഒരുപാട് പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചതമ്പുരാൻ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, ഇതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനമുണ്ടോ? ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, എൻ്റെ അടിയാറുകളെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം തന്നെ അക്രമത്തിലേക്ക് ആയിപ്പോയിട്ടുള്ള തൻ്റെ അടിയാറുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണില്ല, തഖനതു മിൻ റഹ്മത്തില്ല, നിങ്ങളുടെ റഹ്മാനായ റബ്ബിനെ കുറിച്ച്, അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകണ്ട. നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു യഗ്ഫിറു ദുനൂബ ജമിഅ, നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും അതോടൊപ്പം കരുണാവാരിധിയുമായ നാഥനാണ് നിങ്ങളുടേത്. ആ പടച്ചവനെ കുറിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ നിരാശപ്പെടേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ സന്നദ്ധനായിക്കൊണ്ടുള്ള ഒരു രക്ഷിതാവുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത് എന്ന് നേർക്കുനേരെ തൻ്റെ അടിയാറുകളെ സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ചോദിക്കുന്ന ഒരു വചനമാണ് നമ്മളിവിടെ കേട്ടത്. ഇവിടെ തന്നെ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യന്റെ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഖുലിഖൽ ഇൻസാന ദഈഫ, അവൻ അങ്ങനെ തന്നെ, അവൻ ചപലനായിട്ടാണ്, ദുർബലനായിട്ടാണ് പടയ്ക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യന്റെ പ്രകൃതി തന്നെ എങ്ങനെയാണ്? കാരണം അവൻ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചാപല്യങ്ങളിൽ വീഴുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെയാണല്ലോ ഹസ്രത്ത് ആദം അലൈഹിസ്സലാം ആ ഒരു പഴം കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം ഇബ്ലീസിന്റെ പ്രലോഭനത്തിൽ വഴങ്ങി ഒരു ചപലതയായിരുന്നു. ആ ചാപല്യത്തിൽ വീണുകൊണ്ട് അവിടെ ആ തെറ്റിലേക്ക് കൂപ്പുകുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതേ അർത്ഥത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റ് ചെയ്യാവുന്നവനാണ്, ചെയ്യാൻ സാധ്യതയുള്ളവനാണ്, ചെയ്യും, തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. അത് അവൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ്. ഇത് അവനെ പടച്ച തമ്പുരാനിക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ആ റഹ്മാനായ റബ്ബിന് അറിയാം, തീർച്ചയായിട്ടും മനുഷ്യനിത് ചെയ്യും. അപ്പം ആയതുകൊണ്ട് തന്നെ ആ ചെയ്യപ്പെടുന്ന തെറ്റുകൾക്ക് ഒരു പാപമോചനം കൊടുക്കുക എന്ന് പറയുന്നത് രക്ഷിതാവായ നാഥന്റെ കടമയാണ്. ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകൾക്ക് ആ പാപമോചനത്തിനുള്ള സംവിധാനങ്ങളും പടച്ച തമ്പുരാൻ കണ്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ചില സന്ദർഭങ്ങളാണ് ഈ പറയപ്പെട്ട ദിവസങ്ങൾ. ഈ പരിശുദ്ധ റമദാനിലുടനീളം നമ്മൾ പ്രാർത്ഥിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആത്യന്തികമായിട്ട് ഒരു വിശ്വാസി അവൻ ആഗ്രഹിക്കുന്നത് തൻ്റെ കഴിഞ്ഞുപോയ
തൻ്റെ ജീവിതത്തിൽ നടന്നുപോയ അല്ലെങ്കിൽ അനുവർത്തിച്ചു പോയ ഒരുപാട് പാപങ്ങളെ, ഒരുപാട് ദുഷ്ചെയ്തികളെ, ഒരുപാട് നെറികേടുകളെ എല്ലാം വളരെ വ്യക്തമായി ചോദ്യം ചെയ്തുകൊണ്ട്, വളരെ വ്യക്തമായി വിചാരണയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നുള്ളതാണ്. യൂസഫ് അലൈഹി സ്വലാം പറഞ്ഞ ഒരു വർത്തമാനാണ്. തീർച്ചയായിട്ടും സൂറത്ത് യൂസഫിൽ പറയപ്പെടുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നഫ്സുകളും അമ്മാറത്ത് ബിസു, അത് തിന്മകളിലേക്ക് ഇച്ഛ അല്ലെങ്കിൽ പാപേച്ഛുക്കളാണ്, അല്ലെങ്കിൽ പാപത്തിലേക്ക് ചാഞ്ഞു പോകാൻ സാധ്യതയുള്ളവരാണ്. എങ്ങനെ ഇല്ലാമ റഹ്മ റബ്ബി, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും അതുപോലുള്ള തെറ്റുകളിലേക്കും തിന്മകളിലേക്കും ഒക്കെ ചാഞ്ഞു പോകും. ചിലപ്പോഴൊക്കെ തെറ്റുകളുടെ വലിയ പ്രലോഭനങ്ങൾ നമ്മുടെ മുന്നിലൊക്കെ വന്ന് വിടുമ്പോൾ റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമായിരിക്കാം നമ്മൾ ചിലപ്പോഴൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ ആ അർത്ഥത്തിൽ ആ അള്ളാന്റെ അനുഗ്രഹം ലഭിക്കാത്ത ആളുകൾ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇതുപോലുള്ള ഒരു അവസ്ഥയിൽ ചെന്ന് പെടുക തന്നെയും. ഇന്ന റബ്ബി ഗഫൂർ റഹീം, തീർച്ചയായിട്ടും എന്റെ നാഥൻ അവൻ ഗഫൂറുമാണ്, റഹീമുമാണ്, പുറത്തു തരുന്നവനാണ്, കരുണാവാരിധിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിശ്വാസി തന്റെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകണം. അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ പോകണം എന്നാണ്. ഇവിടെ നമ്മൾ എടുത്തു നോക്കുക, പഴയ കാലം പോലെയല്ല പുതിയ കാലം. പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിന്മകളിലേക്കും തെറ്റുകളിലേക്കും ആപതിക്കുവാനും പോകുവാനും ചായുവാനും ചെരിയുവാനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കലാലയങ്ങളിൽ നിന്ന്, അവിടെ നിന്ന് ഓരോ രംഗങ്ങളും നമ്മൾ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ സദാചാരത്തിന്റെ ഈ പറയപ്പെടുന്ന വേലിക്കെട്ടുകളൊക്കെ ഇന്ന് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഒരു സ്വതന്ത്രമായ ഒരു ലൈംഗികതയും സ്വതന്ത്രമായ വിഹാരത്തിന്റെ ഒരു രംഗങ്ങളിലേക്കും ഒക്കെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൺപെൺ സൗഹൃദങ്ങളിലേക്ക് എല്ലാം സീമുകളും അതിൻ്റെ എല്ലാം പരിധികളും ഒക്കെ അതിലംഘിച്ചു കൊണ്ട് പോകുന്ന ഒരു വല്ലാത്ത ദുരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. സ്കൂൾ ബസ് സ്റ്റാൻഡുകളിലും അതേപോലെ തന്നെ കലുങ്കുകളിലും ഒക്കെ നമുക്ക് പാർക്കുകളിലും അതുമായിട്ടുള്ള പാലങ്ങളിലും പറഞ്ഞ പോലെയൊക്കെ നമുക്ക് ആണും പെണ്ണും ഒക്കെ യാതൊരു പേടിയുമില്ലാതെ ആരെയും ഭയപ്പെടാതെ കണ്ട് അവരൊക്കെ സ്വതന്ത്രമായി വിഹരിക്കുന്ന അന്യ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതുപോലുള്ള ആളുകളുമൊക്കെ വിഹരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഇന്ന് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ സദാചാര പോലീസിംഗ് ആയിട്ട് മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നു. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടതല്ല, ഇതാണ് ഇന്നത്തെ ലോകം, ഇതാണ് ഇന്നത്തെ ശരി, ഈ ശരിയിലാണ് ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു തന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു സാമ്പിളാണ്. ഇതേപോലെ നമ്മൾ എടുത്തു നോക്കിയാൽ, നമ്മുടെ ഒരു മൊബൈൽ എടുത്തു നോക്കിയാലും, നമ്മൾ ടി വിയിലേക്ക് നോക്കുകയാണെങ്കിലും പത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എവിടെ എടുത്തു നോക്കിയാലും അശ്ലീലമയമാണ് കാര്യങ്ങളൊക്കെ. ആ പഴയ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ പാത്തും പതുങ്ങിയും ഒക്കെ കാണുകയും നോക്കുകയും ചെയ്ത തിന്മകളും തെറ്റുകളും ഒക്കെ ഇന്ന് പരസ്യമായി കാണുവാനും കേൾക്കുവാനുമുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇന്ന് ആയിക്കഴിഞ്ഞു. പണ്ടൊക്കെ അശ്ലീലമായ മാഗസീനുകളൊക്കെ കടകളിൽ വിൽക്കാറുള്ളത് പരസ്യമായി പ്രദർശിപ്പിക്കാറില്ല. അവരാ കടയുടെ ഏതെങ്കിലും ഒരു ഓളത്ത് ഇങ്ങനെ മടക്കി വെക്കുകയാണ്. എന്നിട്ട് ഇത് വാങ്ങുന്ന ആളുകൾ വരുമ്പോൾ, ഇന്ന് മയക്കുമരുന്ന് വാങ്ങുന്ന മാതിരി ഇത് വാങ്ങുന്ന ആൾ വരുമ്പോൾ മെല്ലെ എടുത്തു കൊടുക്കല. ഇതായിരുന്നു പണ്ടത്തെ രീതി. അശ്ലീല മാഗസീനുകളൊക്കെ അങ്ങനെയായിരുന്നു, പോണോഗ്രാഫിക് ലിറ്ററേച്ചറുകളൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല. നിങ്ങൾക്ക് അങ്ങനെയൊന്നും അന്വേഷിച്ചു പോകേണ്ടതില്ല. നിങ്ങൾ ഈ സാധനം ഒരൊറ്റ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വിരൽ തുമ്പിലേക്ക് 10 കണക്കിന് സാധനം ഡൗൺലോഡ് ചെയ്യപ്പെടുകയാണ്. ലോകത്തുള്ള സകലമായ അശ്ലീലതകളും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡുകളിൽ നിങ്ങളുടെ ഡിവൈസുകളിലേക്ക്, നിങ്ങളുടെ ഉപകരണങ്ങളിലേക്ക് വളരെ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണുവാനും ദുനിയാവിൽ ഒരാളും കാണാതെ കേൾക്കുവാനും അനുഭവിക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, പഴയ കാലഘട്ടമല്ല പുതിയ കാലഘട്ടം. തെറ്റിലേക്ക് പോകേണ്ടതില്ല എന്നൊരുത്തൻ ധരിച്ചാൽ പോലും, തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരുത്തൻ ശ്രമിച്ചാൽ പോലും അതിന് കഴിയാത്ത വിധം തെറ്റിലേക്ക് ആപതിക്കപ്പെടുന്ന രൂപത്തിൽ വളരെ മലീമസമാണ് സംവിധാനങ്ങൾ എന്ന് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ സൂക്ഷ്മതയും അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയും അങ്ങേയറ്റത്തെ കണിശതയും അങ്ങേയറ്റത്തെ കരുതലും യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ തീർച്ചയായും തെറ്റിലേക്ക് വീണു പോവുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ റമദാൻ നമ്മെ പഠിപ്പിക്കുന്നതിൽ ലഅല്ലക്കും തത്തഖൂൻ, ഈ എല്ലാ ഓരോ തെറ്റുകളും, എല്ലാ ഓരോ കുറ്റങ്ങളും, എല്ലാ ഓരോ വഴികേടുകളും, എല്ലാ ഓരോ പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ആ പ്രശ്നങ്ങളുടെ ഒക്കെ മുമ്പിൽ അള്ളാഹുവിന്റെ കൽപ്പന ഇതാണ്, പ്രവാചകന്റെ കാഴ്ചപ്പാട് ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ റളിയും റസൂലും നിരോധിച്ച ഒരു സാധനത്തെ ഒരു അകലം വെച്ചുകൊണ്ട് അതിനെ അപകലത്ത് നിർത്താൻ, ഒരു പരിധിക്കപ്പുറത്ത് നിർത്താൻ ഒരു വിശ്വാസി സന്നദ്ധമാവുകയും അവനെ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും
നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള തെന്മകളെയും ഇതുപോലുള്ള തെറ്റുകളെ കുറിച്ചും ഒക്കെ വളരെ ജാഗ്രതായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ ഈ വേല കച്ചവടമൊക്കെ പോകുന്ന ആളുകൾ ധാരാളമുണ്ട്. വേലയ്ക്ക് കച്ചവടത്തിന് പോകുന്ന ആളുകൾ അതിൽ PP ഉണ്ടാവും, പിന്നെ ബലൂൺ ഉണ്ടാവും, ചെറിയ ടോയ് കാറുകൾ ഉണ്ടാവും, അതേപോലെ പല സാധനങ്ങൾ ഉണ്ടാവും. കുറേ സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഇയാൾ കച്ചവടത്തിന് പോവുക. ഇയാൾ പോകുന്ന സമയത്ത് കുട്ടികളെ കാണുമ്പോൾ ചിലപ്പോൾ PP കൊടുക്കും, വേറെ ചില ആളുകൾക്ക് അതേപോലെ തന്നെ ബലൂൺ കൊടുക്കും, വേറെ ചില ആളുകൾക്ക് കാറുകൾ കൊടുക്കും. ഇങ്ങനെ വൈവിധ്യമായ സാധനങ്ങൾ ആളുകളുടെ ആവശ്യമനുസരിച്ച് മുഴുവൻ കൊണ്ടുപോകുന്ന ഒരു പരിപാടിപ്പക്കാരനെ പോലെ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ പോകുന്ന ഓരോ വഴിയിലും ഓരോ രംഗത്തും ഓരോ സന്ദർഭത്തിലും ഒരുപാട് തെറ്റുകളുണ്ട്, ഒരുപാട് തിന്മകളുണ്ട്. അത് കണ്ണുകൊണ്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ പറച്ചിൽ കൊണ്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ പ്രവൃത്തി കൊണ്ടുള്ളതായിരിക്കാം. ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ ഉള്ള തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ആ തിന്മകളും ആ പാപങ്ങളുമൊക്കെ നമ്മുടെ ഭണ്ഡാരത്തിലേക്ക്, നമ്മുടെ സെഞ്ചിയിലേക്ക്, നമ്മുടെ കിതാബിലേക്ക് വാരിക്കൂട്ടിക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇവിടെ ഒരു സൂക്ഷ്മത പുലർത്താതെ നമ്മൾ പോവുകയാണെങ്കിൽ പോകുന്ന വഴിയെല്ലാം നിങ്ങളുടെ നോട്ടത്തിൽ പാപമാകാം, നിങ്ങളുടെ വർത്തമാനത്തിലാകാം, നിങ്ങളുടെ ഇടപെടലുകളിലും എല്ലാം ആകാം. ഈ അർത്ഥത്തിലൊക്കെ തെറ്റിലുകളിലേക്കും തിന്മകളിലേക്കും ഒക്കെ ആപതിക്കുവാനുള്ള ഒരു സാഹചര്യത്തിലൂടെ ഒരു വിശ്വാസി നടന്നു നീങ്ങുമ്പോൾ അവൻ ജാഗ്രതയോടുകൂടി അവിടെ ഓരോന്നിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു നമുക്ക് പറഞ്ഞു തന്നില്ലേ, മുള്ളുള്ള വഴിയിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാ നടന്നു പോവുക, തന്റെ വസ്ത്രത്തിലോ തന്റെ കാലിലോ മുള്ളുപെടാതെ എങ്ങനെ സൂക്ഷ്മതയോടുകൂടെ തന്റെ വസ്ത്രം തൂക്കിപ്പിടിച്ചുകൊണ്ട് തന്റെ കാല് സൂക്ഷ്മതയോട് വെച്ചുകൊണ്ട് എങ്ങനെ പറന്നു പോകുമെന്നോ അതേപോലെ ഈ ലോകം, ഈ കാലം എന്ന് പറയുന്നത് ഇങ്ങനെ വഴിനീള മുള്ളുകളാണ്. തിന്മയുടെ, അതേപോലെ തന്നെ നെറികേടുകളുടെ, അതേപോലെ തന്നെ തെമ്മാടിത്തരങ്ങളുടെ, അതുപോലുള്ള എല്ലാ അർത്ഥത്തിലുള്ള തിന്മകളുടെയുമുള്ള മുള്ളുകൾ ധാരാളമുള്ള ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി അവന്റെ ദേഹത്തും അവന്റെ വസ്ത്രത്തിലും അത് പറ്റിപ്പിടിക്കാതെ പോവുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല, ചെറിയ കാര്യമല്ല. അത് വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഇയ്യാകും മുഹഖറാത്തുദ് ദുനൂബ് ഫഇന്നഹുന്ന യസ്തമിഉന അലാ റജുലി ഹത്താ യഹ്ലികനാ. തീർച്ചയായിട്ടും നിങ്ങൾ ധാരാളം ചെറിയ പാപങ്ങളുണ്ടല്ലോ, അവയെ കരുതിയിരിക്കണം. അത് ചെറിയ കാര്യമല്ലേ, അതിപ്പോ ഒരു ചെറിയ സംഗതിയല്ലേ, അതത്ര വലിയൊരു വിഷയമാണോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെറുതായിട്ട് വരുന്ന ഒരു സാധനം നമ്മൾ പറയാറുണ്ടല്ലോ, പലതുള്ളി പെരുവെള്ളം എന്ന്. ഇതേപോലെ ആ ചെറുതായി നിങ്ങൾ നിർവഹിക്കുന്ന, നിങ്ങൾ ചെയ്തു പോകുന്ന, നിങ്ങൾ വീണു പോകുന്ന പാപങ്ങളായിരിക്കും ചിലപ്പോ നിങ്ങളെ ഏറ്റവും വലിയ നാശത്തിലേക്ക് എത്തിക്കുക. ആയതുകൊണ്ട് ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത്. അതായത് ഉപേക്ഷ ജീവിതത്തിലേക്ക് അനുവദിക്കരുത്. അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ നിർത്തേണ്ടതുണ്ട്, സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. ചെറിയതെങ്കിലും വലുതുമായ എല്ലാ പാപങ്ങളെയും, എല്ലാ തെറ്റുകളെയും വളരെ കണിശമായിട്ട് തന്നെ അതിനെ ജാഗ്രതമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരുടെ പാപങ്ങൾ കാരണങ്ങളാൽ അവർ മുങ്ങി നശിപ്പിക്കപ്പെടുകയും നരകത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ദിവസം തീർച്ചയായിട്ടും അവരിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾ അങ്ങനെ ഓരോ ചെറിയ റസൂൽ വേഗം അവർക്ക് സ്വഹാബത്തിന് ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മൈതാനത്തിൽ ചെന്നിട്ട് റസൂൽ എന്ത് പറയുന്നറിയോ, സ്വഹാബത്തിനോടൊക്കെ നിങ്ങളെല്ലാം ചെന്നിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ കിട്ടിയത് ആ സാധനം ഒന്ന് അവിടുത്തെ നിന്ന് കൊണ്ടുവരണമെന്ന് പറയാം. എന്തെല്ലാമാണോ നിങ്ങൾക്ക് കിട്ടിയത് ആ കിട്ടിയ പൊരുളുകൾ എന്താണെങ്കിലും അത് നിങ്ങൾ അവിടെ നിന്ന് പെറുക്കി കൊണ്ടുവരാൻ പറഞ്ഞു. കുറെ ആളുകൾ കുറച്ച് കല്ലുകൾ, ചിലര് മരങ്ങൾ, ചിലര് എല്ലിന്റെ കഷ്ണങ്ങൾ, അങ്ങനെ വൈവിധ്യമായ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഒരു വലിയ കോലയായി. നേരത്തെ നിങ്ങൾ നോക്കുമ്പോൾ ഈ സാധനങ്ങൾ, ഇത്രയും സാധനം ഇവിടെ കണ്ടിരുന്നോ? ഇല്ല. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു, ഇത് തന്നെയാ പാപങ്ങളുടെയും കഥ. നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഞാൻ അത്രയൊക്കെ പാപം ചെയ്തോ എന്നൊരു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ എങ്ങനെ ഒന്ന് വളരെ സൂക്ഷ്മമായ വിചാരണയ്ക്ക് നിങ്ങൾ ഓരോ ദിവസത്തെയും വിധേയമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും, ഒരുപാട് പാപങ്ങളുടെ അടിമകളാണ് ഞങ്ങൾ, ഒരുപാട് പാപപങ്കിലമാണ് ഞങ്ങളുടെ മനസ്സുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഉദാഹരണത്തിന് കൂടെ നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങളുടെ കൽപ്പിൽ നിങ്ങളൊരു ചെറിയ പാപം ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി വീഴും, രണ്ടാമത് പഴം വീഴുമ്പോൾ വീണ്ടും അത് കറുത്ത പുള്ളികളാവും. അങ്ങനെ ആ കറുത്ത പുള്ളികൾ വീഴുന്നതിനെ നിങ്ങൾ അവഗണിച്ചു കഴിഞ്ഞാൽ അത് വീണ് കറുത്ത കസ്വ, കറുത്ത കരിക്കട്ട പോലെ വല്ലാത്തൊരു സാധനമായിട്ട് മാറും. ആ കറുത്ത കരിക്കട്ട പോലെ അതായിക്കഴിഞ്ഞാൽ
പിന്നെ അത് ഒരു നന്മയായും സ്വീകരിക്കുകയില്ല, ഒരു തിന്മയെയും അത് ഉപേക്ഷിക്കുകയുമില്ല. എല്ലാ തിന്മയോടും രാജിയായി പോകുന്ന, എല്ലാ തെറ്റുകളോടും രാജിയായി പോകുന്ന, എല്ലാ നെറുകേടുകളും ജീവിതത്തിന്റെ ഒരു ചര്യയാക്കി ഭാഗമാക്കി കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുക തന്നെ ചെയ്യും. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ കറയുണ്ടാക്കിക്കൊണ്ട് അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ അർത്ഥത്തിൽ അവരുടെ കൽബുകൾ കറുത്തും കടുത്തും കൊണ്ടിരിക്കും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ, ചെമ്പ് ക്ലാവ് പിടിക്കുന്നത് പോലെ നിങ്ങളുടെ ഈമാനും ദുർബലപ്പെടും. നിങ്ങളുടെ ഈമാനും ദുർബലപ്പെടും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൽബുകൾ കളങ്കപ്പെടും. ആ കളങ്കപ്പെടുന്ന കൽബുകളെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചാൽ അൽ-ഇസ്തിഗ്ഫാർ. എങ്ങനെയാണ് ജലാഹ, അതിനെങ്ങനെയാണ് ഞങ്ങൾ തിളക്കേണ്ടത് എന്ന് ചോദിക്കുക. അതിനെങ്ങനെയാണ് തിളക്കം ഏർപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ-ഇസ്തിഗ്ഫാർ. അതിന് ഇസ്തിഗ്ഫാറാണ് അതിനുള്ള ഏറ്റവും നല്ല മരുന്ന്. ആ ഇരുമ്പിൽ നമ്മൾ പെയിന്റ് അടിക്കുകയും പോളിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ കൽബിനെ ഇസ്തിഗ്ഫാർ കൊണ്ട് അപ്പോൾ നിങ്ങൾ അതിനെ വൃത്തിയാക്കിയും വെടുപ്പാക്കിയും കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൽബുകൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കും പോലെ നിങ്ങളുടെ കൽബുകൾ ക്ലാവ് പിടിക്കുകയും നിങ്ങളുടെ കൽബുകൾ അങ്ങനെ ഒരു സാധനമായിട്ട് മാറുകയും ചെയ്യും. അത് സൂക്ഷിച്ചിരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആ ദിവസം ഉണ്ടല്ലോ, അന്ന് നിങ്ങളുടെ മാലും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ആരും ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യില്ല. ഇല്ലാ അത്തല്ലാഹു ബിഖൽബിൻ സലീം. കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന ആളുകൾ ഒഴിച്ച്. നിങ്ങളുടെ കൽബ് എത്ര കണ്ട് ശുദ്ധമാണ്, നിങ്ങൾ എത്ര കണ്ട് പാപമുക്തമാണ്, അത് നിങ്ങളുടെ മനസ്സുകളിൽ നിന്നും മാറ്റിയെടുക്കുവാൻ, അതിനെ കഴുകി മാറ്റുവാൻ നിങ്ങൾ എന്തുമാത്രം ശ്രമം നടത്തി. എത്ര മനോഹരമായ ഹൃദയവുമായിട്ടാണ് നിങ്ങൾ ആ റബ്ബിന്റെ അടുത്ത് കൽബിൻ സലീം. ആ കുറ്റമറ്റ ഹൃദയവുമായി വരുന്നവർക്ക് മാത്രമാണ് രക്ഷ. അല്ലാതെ നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ പാശോ നിങ്ങളുടെ പൈസയോ ഒന്നും നിങ്ങൾക്കൊരു രക്ഷയും തരാൻ പോകുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കാറുള്ളത്, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കുറെ ആൾക്കാരെ വിളിച്ചിട്ട് കുറെ ഖുർആനും കൊണ്ട് ഓദിപ്പിച്ച് അതുമാതിരി കുറെ എന്തൊക്കെയോ പണികൾ പാടിപ്പിച്ചും ചെല്ലിപ്പിച്ചും ഒക്കെ നാളെ നമ്മളൊക്കെ അങ്ങ് രക്ഷപ്പെടാന്നാണ്. അങ്ങനെയാണെങ്കിൽ കാശ് കൊണ്ട് എല്ലാവർക്കും രക്ഷപ്പെട്ടൂടെ സഹോദര? ഒന്ന് ആലോചിച്ച് നോക്കാം. എല്ലാവർക്കും രക്ഷപ്പെട്ടൂല്ലേ? ഞാനൊരു മരിപ്പ് കാണാൻ പോയപ്പോ അവിടെ കണ്ടത് ഓരോ റൂമിലും 10-30 ചെറുപ്പക്കാരിരുന്ന് ഓതുക. ഓരോ മണിക്കൂറിലൊരു ഖത്തം തീരുന്നുണ്ട്. 30 ചെറുപ്പക്കാർ ഓരോരുത്തരും ഖുർആൻ എടുത്തിട്ട് ഓതുകയാണ്. 30 മണിക്കൂർ, ഓരോ മണിക്കൂറിൽ ഒരു ഖത്തം തീരുകയാണ്. മൂപ്പരുടെ ഖബറിലേക്ക് ഓരോ മണിക്കൂറും ഓരോ ഖത്തം എത്തുന്നുള്ള ധാരണയിൽ ഇങ്ങനെ ആളുകൾ വെച്ചിരിക്കുക. 30 ആളെ അയാൾക്ക് ചെല്ലും ചെലവും സാപ്പാടും ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കാശ് കൊടുത്ത് നാളെ പരലോകം വാങ്ങാൻ കഴിയുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ വേണമെങ്കിലും നടന്നൂടെ? അതിന് വകുപ്പുണ്ടോ യഥാർത്ഥത്തിൽ? അങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവിൽ എങ്ങനെ നടന്നാലും വേണ്ടില്ല. അവസാനം 1 കോടി ഉറുപ്പ്യ കൊണ്ട് എടുത്തു വെച്ചിട്ട് എടേ എന്റെ മക്കളോട് പറയാ എനിക്കിത് അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെയാണ് പറഞ്ഞത്, നിന്റെ മാലും നിന്റെ ബനൂനും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പൈസയും കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ഫാത്തിമ, എന്റെ പൊന്നുമോളെ, അനഖദി നഫ്സക മിനന്നാർ, നിന്റെ ശരീരത്തെ നരകത്തൊന്നും നീ രക്ഷിച്ചോ. ഞാൻ വാപ്പാന്റെ മോളാണ് റസൂലിന്റെ മോളാണെന്ന് പറഞ്ഞ് എളിഞ്ഞു വന്നാൽ എന്റെ കുട്ടിക്ക് അവിടെ ഒരു രക്ഷയില്ല. എനിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പ്രവാചകൻ അവന്റെ അദ്ദേഹത്തിന്റെ തിരുമേനിയുടെ പുത്രികയുടെ കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ആര് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ ഇരിക്കുന്നത്. കുറച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അവര് സഹായിക്കും ഇവര് സഹായിക്കും, അങ്ങനെയൊക്കെ വിചാരമുണ്ടോ? അങ്ങനെ വല്ല ധാരണയും ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അങ്ങനെ കാശ് കൊടുത്തുണ്ടാക്കിയ കുറച്ച് ആളുകളോ അങ്ങനെ നിങ്ങളുടെ സന്താന പരമ്പരകളോ അങ്ങനെ ആരും നാളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് നിങ്ങളുടെ അമലുകൾ മാത്രം. മക്കളുടെ പ്രാർത്ഥന കിട്ടില്ല ചോദിച്ചാൽ കിട്ടും കേട്ടോ, മക്കളുടെ പ്രാർത്ഥന കിട്ടും. പക്ഷെ അങ്ങനത്തെ മക്കളായിട്ട് അവരെ വളർത്തണം, എങ്കിലേ അവർക്ക് പ്രാർത്ഥിക്കാനും നേരം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നേരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും ഈ ഒരു ധാരണയും ബോധവും നാളെ റബ്ബിന്റെ അടുത്തേക്ക് ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടുന്നത്, അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു അവബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ആയതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇസ്തിഗ്ഫാറിന്റെ ദിവസങ്ങളാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, റബ്ബി ഇന്നി ളലംതു നഫ്സി ളൽമൻ കസീറ ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക. പടച്ച തമ്പുരാനെ, ഞങ്ങളോട് തന്നെ ഒരുപാട് അതിക്രമം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ എന്ന് പറഞ്ഞ് ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുമായിട്ട് പോകേണ്ട
ദിവസങ്ങളാണ്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവര് രാത്രി വളരെ കുറച്ച് നേരം മാത്രമാണ് അവർ കിടന്നുറങ്ങാറുള്ളത്. അതേപോലെ തന്നെ അവരുടെ പാർശ്വങ്ങളിലൊക്കെ ഉണ്ടാകാറുള്ളത്. അതേപോലെ തന്നെ അതിപ്രഭാത വേളയിൽ സെഹറിന്റെ സമയം വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴത്തിനൊക്കെ എണീക്കുന്ന സമയമുണ്ടല്ലോ, അതാണ് സെഹറിന്റെ സമയം എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ അവര് ഉറക്കമൊഴിച്ചിരുന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരും, രാത്രികാലങ്ങളിലൊക്കെ വിരിപ്പിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരുപാട് നേരം നമസ്കാരത്തിൽ വിനിയോഗിക്കുന്നവരും, പ്രഭാതത്തിന്റെ അങ്ങേ അറ്റം വരെ ആ ഏറ്റവും ഫലവത്തായ ആ സമയമൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് കരഞ്ഞ് പറച്ചവനോട് പറയുന്നവരുമായിട്ട് മാറും. യഥാർത്ഥത്തിൽ അതാണ് വിശ്വാസികളുടെ ഒരു ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട്, ഏറ്റവും നല്ല ഒരു മാതൃകയായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത്. അതിനുള്ള ദിവസങ്ങളാണിത്. ഇപ്പൊ നമുക്ക് എന്തായാലും സാധാരണ സുബഹിക്ക് എണീക്കുന്നതിനേക്കാൾ മുമ്പ് നേരത്തെ എണീക്കുന്ന ആളുകളാണ്. ആ നേരത്തൊക്കെ റഹ്മാനായ റബ്ബിനോട് കൈ ഉയർത്തി എന്തെങ്കിലും നിസ്കരിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ആ നിസ്കാരമൊക്കെ നിർവഹിച്ച് ആ നേരത്ത് കൈ ഉയർത്തി കരഞ്ഞുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കണം. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അത് ഇതിനോട് ചേർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും. അദ്ദേഹം പറഞ്ഞത്, സയ്യിഅത്തുൻ തസൂക ഖൈറൻ ഇൻദല്ലാഹി ഹസനത്തുൻ തുഅ്ജിബുക. നിങ്ങളെ ബേജാറാക്കി കളയുന്ന, നിങ്ങളുടെ ഉറക്കം കെടുത്തി കളയുന്ന, നിങ്ങളെ നെടുവീർപ്പിടാൻ അല്ലെങ്കിൽ നിങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന നിങ്ങളുടെ തിന്മകളുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ നെറികേടുകളുണ്ടല്ലോ, നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾ, കുറ്റങ്ങളുണ്ടല്ലോ, ആ തിന്മകളാണ്, ആ ഷെറുകളാണ്, ആ പാവങ്ങളാണ് നിങ്ങൾക്ക് നല്ലത്. ഹസനത്തിൽ തുഅ്ജിബുക, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നിങ്ങളുടെ കുറേ നന്മകളെക്കാൾ. നമുക്കൊക്കെ പറയാനുള്ളത് നമ്മൾ ചെയ്ത കുറേ നന്മകളുടെ വലിയ ലിസ്റ്റ് ഉണ്ട്. ഞാൻ അവിടെ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇത്ര സാമ്പത്തികം ചെയ്തിട്ടുണ്ട്, മറ്റേ ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ നന്മകളെ ആലോചിച്ചുകൊണ്ട് ഞാൻ തന്നെ അജബായി പോവുക. ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞാനൊരു ഒന്നൊന്നര ആളാണ്, ഞാനൊരു സംഭവമാണ്, അല്ലേ? അങ്ങനെ നിങ്ങളൊരു സംഭവമാണ് എന്ന് നിങ്ങൾ തോന്നുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്ത ആ അമലുകളുണ്ടല്ലോ, ആ നന്മയായ അമലുകൾ, ആ അമലുകളെക്കാൾ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ചെയ്ത തെറ്റുകളാണ്. അള്ളാന്റെ അടുത്ത് നിങ്ങൾ ചെയ്ത തെറ്റുകളാണ് നിങ്ങൾക്ക് നല്ലത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? തിരിയണില്ല അല്ലേ? നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്ത ഒരുപാട് സൽകൃത്യങ്ങളെക്കാൾ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന, നിങ്ങളെ ബേജാറാക്കുന്ന, നിങ്ങളെ ഉറക്കം കെടുത്തുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള നെറികേടുകളും തിന്മകളും പാവങ്ങളുമാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് ആ പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആ ചെറുപ്പകാലത്തിലേക്ക്, നിങ്ങളുടെ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. അന്ന് ആ ചോരത്തിളപ്പിൽ, അന്ന് ആ യുവത്വത്തിൽ നമ്മൾ ചെയ്തു കെട്ടിയ കുറേ തെറ്റുകളും തിന്മകളും ഉണ്ട്. ചിലതൊക്കെ ഈ നേരത്ത് ഇപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ ലജ്ജയോടുകൂടിയാണ് ആലോചിക്കുന്നത്, ഇല്ലേ? അങ്ങനെ ചിലതൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു ഏടുകൾ. നമ്മുടെ ലൈഫ്, എൻ്റെ നിങ്ങളുടെ ജീവിതം ഇന്ന് ഫുള്ളൊരു സിനിമയാക്കി, ഫുള്ള് അതിൻ്റെ പുറത്തും അകത്തും എന്നതില്ലാതെ ജീവിതത്തെ മുഴുവൻ ഒന്ന് സിനിമയാക്കി പ്രദർശിപ്പിക്കുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതം വന്നതാ അങ്ങനെ ഇവിടെ മണ്ണൂര് സെന്ററിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, അല്ലേ? നമ്മുടെ ഭാര്യക്കറിയാത്ത, മക്കൾക്കറിയാത്ത, ഒരാൾക്കും അറിയാത്ത, റബ്ബിന് മാത്രം അറിയുന്ന, എനിക്ക് മാത്രം അറിയുന്ന എന്തൊക്കെ തെറ്റുകൾ, എന്തൊക്കെ തിന്മകൾ, എന്തൊക്കെ പാപങ്ങൾ, എന്തൊക്കെ കുരുത്തക്കേടുകൾ, എന്തൊക്കെ നെറികേടുകൾ, എന്തൊക്കെ തമ്മാടിത്തരങ്ങൾ. ഇത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഞെട്ടലുണ്ടാകണം, ഇപ്പോഴും ഒരു അപമാനം തോന്നുകയാണ്. പടച്ചോനെ അങ്ങനെ ചെയ്തോ? പടച്ചോൻ ആലോചിച്ചാൽ വയ്യ, ഞാൻ എങ്ങനെ അന്നത് ചെയ്തു പോയി എന്ന് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എന്തോ കുറച്ച് തിന്മകൾ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അത് ചിന്തിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറയുന്ന വർത്തമാനം എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ അന്നങ്ങനെ പറ്റിപ്പോയി, അസ്തഗ്ഫിറുല്ലാഹ്, ഇതല്ലേ പറയാ? അപ്പൊ അതാ പറയാ അസ്തഗ്ഫിറുല്ലാഹ്. ആ തെറ്റുകളാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞത് അതാ കാരണം. ഈ തെറ്റുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോഴൊക്കെ നിങ്ങൾ അറിയാതെ പടച്ചോനെ വിളിച്ചു പോകും, പടച്ചോനോട് പറഞ്ഞു പോകും, റബ്ബേ അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട്, തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ മനസ്സ് അതിൽ വ്യതിതമാണ്, വ്രണിതമാണ്, വല്ലാതെ വേവലാതിയിലാണ് ആ തെറ്റുകൾ. എനിക്കറിയാം, ഞാൻ നേരത്തെ ഖുതുബ പറയുന്നിടത്ത്
ഇങ്ങനെ അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ചും ശിക്ഷയെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില സഹോദരങ്ങൾ അടുത്ത ആഴ്ച തന്നെ ഉറച്ചുകൊണ്ട് പടച്ചോനെ വല്ലാണ്ട് ഇതായിപ്പോയി സാഹിബേ, അപ്പോൾ ആയതുകൊണ്ട് കുറച്ച് ദാനം ധർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഇന്നൊക്കെ ഉണ്ട്, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അവരുടെ ആ തെറ്റുകൾക്ക് ഇത്രയൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടും അത് റബ്ബ് പുറത്തിട്ടുണ്ടോ ഇല്ലേന്ന് അറിയില്ല. അടി ഉറപ്പാണല്ലോ തെറ്റിന്. നന്മ എങ്ങനെയാ? നന്മ ചെയ്ത് നിങ്ങളെ അത്ഭുതപ്പെടുന്ന നന്മകൾ കിട്ടുന്നുള്ളതിന് ഉറപ്പുണ്ടോ? അതിന് കൂലി കിട്ടുന്ന ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. നിങ്ങളിപ്പോ നോമ്പ് വെച്ചു, നോമ്പിന് കൂലി ഉണ്ടോ? അവസാനം നിങ്ങൾ എന്താ പറയണത്? അല്ലാഹുമ്മ ലക സുംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഅലാ റിസ്കിക അഫ്തർതു വതഖബ്ബൽ മിന്നി. ഇല്ലേ? ദഹബൽ ലമ വബദല്ലത്തുൽ ഖുറൂബ് വസബതൽ അജ്ർ ഇൻഷാ അല്ലാഹ്. നീ ഉദ്ദേശിച്ചാൽ അജ്റുണ്ട്. നീ തന്നാലേ കൂലിയുള്ളൂ. നമ്മൾ ഈ പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് ഒരാളെ കാണിക്കാനാണെങ്കിലോ, നാലാളിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലോ, ഒരു ലോകമാന്യതയ്ക്ക് വേണ്ടിയാണെങ്കിലോ പോയില്ലേ? ആയതുകൊണ്ട് ചെയ്ത നന്മകൾ അവിടെ കിട്ടുന്നതിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ചെയ്ത തിറ്റയ്ക്ക് അടിയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഏതാണ് നിങ്ങളെ മതിക്കേണ്ടത്? നന്മകളാണോ നിങ്ങൾ നന്മകളെ കുറിച്ചിട്ടാണോ ഊറ്റം കൊള്ളേണ്ടത്? അല്ല തിന്മകളാണോ നിങ്ങൾ ബേജാറാക്കേണ്ടത്? അപ്പൊ നന്മകളാണോ നിങ്ങൾക്ക് നല്ലത്? അല്ല തിന്മകളാണോ? തിന്മകൾ നിങ്ങളെ ബേജാറാക്കിക്കൊണ്ട് ആ സമയത്തൊക്കെ അസ്തഗ്ഫിറുല്ലാ റബ്ബെ പറ്റിപ്പോയി പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് കേണ് അപേക്ഷിച്ചുകൊണ്ടിരിക്കും. ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ തിന്മകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ നന്മയെക്കുറിച്ച് അമിത പ്രതീക്ഷ നിങ്ങൾ വെച്ച് പുലർത്തേണ്ടതില്ല. അത് അള്ളാഹു സ്വീകരിച്ചാലുണ്ട്. സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രാവും പകലും റബ്ബിനോട് ചോദിക്കാം. ഇരവും പകലും റബ്ബിനോട് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിട്ടുണ്ട്. അവൻ തയ്യാറായിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ്. നിങ്ങൾ ചോദിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ആ റബ്ബ് നമ്മളോട് പറഞ്ഞതെന്താ? നിങ്ങൾ അവനെ കുറിച്ച് വല്ല തഖനതുമിർ റഹ്മത്തില്ല, അവന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകണ്ടെന്നാ. റബ്ബിന്റെ കാരുണ്യം നമ്മളൊക്കെ റബ്ബിനെ കുറിച്ച് കേട്ടതും അറിഞ്ഞത് എങ്ങനെയെന്നറിയോ? ചെറുപ്പകാലം മുതലേ റബ്ബിനെ പറഞ്ഞ് പടച്ചോൻ തീയിലിടും, പടച്ചോൻ നരകത്തിലിടും, പടച്ചോൻ തീയിലിടും. അന്ന് നമ്മളെയൊക്കെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മഹാകുരുത്തം കെട്ടവരാകുകയോ ഇരുന്നു. പക്ഷെ ഉമ്മാരങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച്. പക്ഷെ അള്ളാഹ് തീയിലിടുന്ന് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അള്ളാഹ് പുറത്തു വരും. അള്ളാഹ് അഫൂവാണ്, അള്ളാഹ് റഹീമാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു ഗഫൂറാണ്. അല്ലേ? അങ്ങനെ ഒരുപാട് പടച്ചവന്റെ വിശേഷണങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഒരു മാതാവിന് ആ കുഞ്ഞിന് ഉള്ളതിനേക്കാൾ സ്നേഹം നിങ്ങൾക്കുണ്ട്. അതെപ്പോഴാണ് പറഞ്ഞെന്നറിയോ? ഒരു കുട്ടിയെ കാണാതെ ഒരു ഉമ്മ ബേജാറായിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടന്ന് അവസാനം ആ കുട്ടിനെ കയ്യിൽ കിട്ടി. അപ്പൊ അതിനൊക്കെ തുരുതുര ഉമ്മ വെക്കുമ്പോൾ ചോദിച്ചു, ഈ കുട്ടിനെ ആ തള്ള നരകത്തിൽ തെയ്യിലിടുവോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല റസൂലേ, ഒരിക്കലും ചെയ്യൂല. ഈ കുഞ്ഞിന് ആ ഉമ്മാക്കുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ നാഥന് നിങ്ങളോടുള്ള സ്നേഹം. എൻ്റെ സഹോദരിമാരോടുണ്ട്, അവർക്ക് വേഗം മനസ്സിലാവും. ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദനകൾ എന്തൊക്കെയാണ്, വിഷമങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ അവൾക്ക് ഉദ്ദേശിച്ച സാധനം തിന്നാൻ പറ്റില്ല, ഉദ്ദേശിച്ചമാതിരി നടക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ആ ശിശു അവിടെ രൂപപ്പെട്ട് പുറത്ത് വരുന്നത് വരെ ആ 1,270 ദിവസത്തോളം അവളുടെ ഭക്ഷണവും അവളുടെ നടത്തവും ഇരുത്തവും എല്ലാം പിടങ്ങാറാണ്. വല്ലാത്ത പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള പ്ലാസൻ്റെയും കുട്ടിയും ഒക്കെ കൂടെ ഒരു 6-7 കിലോ വരും. 3.5 കിലോ ഉണ്ടാവും, 3 കിലോ ഉണ്ടാവും കുട്ടി. ബാക്കി അതിൻ്റെ ചോരേൻ്റെ ഭാര്യയും ഒക്കെ കൂടെ ഒരു 3-3.5 കിലോ ഉണ്ടാവും. ഒരു 6 കിലോ ഭാരം വയറ്റിൽ കെട്ടിവെച്ചിട്ട് നിങ്ങളൊന്ന് നടന്നു നോക്കി. പറ്റുമോ നമ്മളെ കൊണ്ട്? ഇത് എത്ര ദിവസം നടക്കണം? ഇങ്ങനെയൊക്കെ ഈ കുട്ടിക്ക് വേണ്ടി ചില ഭക്ഷണം ഇങ്ങോട്ട് കേൾക്കാൻ പറ്റൂല, ചിലത് തിന്നാൻ പറ്റൂല, ഛർദ്ദിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് മനം വരട്ടിയിട്ട് ശ്വാസം മുട്ടിയിട്ട് തിരിഞ്ഞും പറഞ്ഞും കിടക്കാൻ പറ്റാണ്ട്. ഇതിനൊക്കെ കാരണം ആരാ? ആ കുട്ടിയല്ലേ. ആ കുട്ടി കാരണമാണ് ഉമ്മ അതൊക്കെ അനുഭവിക്കുന്നത്. ആ കുട്ടീനോട് ഉമ്മാക്ക് വല്ല ദേഷ്യമുണ്ടോ? അവസാനം ആ ഉമ്മാന്റെ ജീവൻ പോകുന്ന വേദന അവളെ അനുഭവിച്ചിട്ട് കുട്ടി പുറത്തേക്ക് വരും. പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട ഉമ്മാക്ക് ആ വേദനയൊക്കെ പോയി.
അതുവരെ അനുഭവിച്ച വേദനയൊക്കെ പോയി. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ കുട്ടിനോടുള്ള സ്നേഹമാണ്. നീ കാരണം എത്ര ഒക്കെ അടങ്ങാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അതാ ഒരു നേരത്തെ ഭക്ഷണത്തിൽ കൈവയ്ക്കുമ്പോൾ അതാ കാര്യണു അപ്പിട്ടു പോയി. അത് കഴുകി വൃത്തിയാക്കി ആ കൈയോട്ട് തന്നെ വന്നിട്ട് വീണ്ടും ഭക്ഷണം കഴിച്ചു. ഒരു അർപ്പം ചെടുപ്പ് അവൾക്ക് തോന്നിയിട്ടില്ല. ആ കുഞ്ഞിനോട് അവൾക്കുള്ള സ്നേഹമാണ്. നേരം വെളുക്കോളം ഉറക്കൊഴിക്കേണ്ടി വന്നു. ഒരു ഒട്ടുക്കത്തെ ഇതിനും കൊണ്ട് എട്ടങ്ങാറായി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ഉമ്മയും പറയില്ല. കാരണം അത് അമ്മാരുടെ സ്നേഹം. ഇതാണ് അള്ളാഹ് പറഞ്ഞത്. ഈ കുട്ടിനോട് ഈ തള്ളക്കുള്ള സ്നേഹം എത്രയാണ്, ഈ ഉമ്മാക്കുള്ള സ്നേഹം എത്രയാണ്? അതിനേക്കാൾ സ്നേഹമാണ് നിങ്ങളുടെ നാഥന് നിങ്ങളോട് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അങ്ങനെ കാരുണ്യവാനായ കരുണാഭാരതിയായ റഹ്മാനും റഹീമുമായ ഒരു നാഥനെ കുറിച്ച് നിങ്ങൾ നിരാശരാകേണ്ട. നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മൂസാ അലൈഹി ഇസ്ലാമിൽ നിന്നൊരു ചരിത്ര സംഭവം പറയപ്പെടുന്നുണ്ട്. മൂസാ അലൈഹി ഇസ്ലാം എല്ലാവരെയും കൂടെ കൂട്ടി, വെള്ളമില്ലാതെ മഴവില്ലാതെ പ്രയാസപ്പെടുമ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു പ്രാർത്ഥന നടത്തി. ഒരു നമസ്കാരം, മയ്യത്ത് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അങ്ങനെ ആ പ്രാർത്ഥന നടത്തി നോക്കിയപ്പോൾ എത്ര നേരം പ്രാർത്ഥിച്ചിട്ടും മഴ പെയ്യില്ല. അവസാനം അള്ളാഹ് മൂസാനെ വിളിച്ചു പറഞ്ഞു, മൂസാ അലൈഹി ഇസ്ലാമിനെ വിളിച്ചു പറഞ്ഞു, മൂസ, താങ്കളുടെ കൂട്ടത്തിൽ 40 വർഷമായിട്ട് അള്ളാഹുവിനോട് ദൈവധിക്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവനുള്ളിടത്തോളം അവിടെ മഴ പെയ്യില്ല. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ആയതുകൊണ്ട് അവൻ അവിടുന്ന് പോയെങ്കിലേ മഴ പെയ്യൂ. മൂസാ അലൈഹി സ്വലാം അവിടുന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ആരോ ഒരാൾ ഇവിടെ ഉണ്ട്, ഒരു പാപിയായ ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അയാൾ ഇവിടുന്ന് പൊയ്ക്കൊള്ളട്ടെ, എങ്കിലേ മഴ പെയ്യുള്ളൂ, അല്ലെങ്കിൽ മഴ കിട്ടില്ല. എല്ലാവരും നോക്കി. ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് ഈ മനുഷ്യനൊന്ന് പോകുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി. മൂസാ അലൈഹി സ്വലാം ചോദിച്ചു, എന്തേ പറ്റിയത്? നീയല്ലേ പറഞ്ഞ് ഈ മനുഷ്യനുള്ളടത്ത് മഴ പെയ്യിക്കില്ല? ആ മനുഷ്യൻ എന്നോട് കരഞ്ഞു പറഞ്ഞു, കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത നെറികേടുകളൊക്കെ ചെയ്തതൊക്കെ തെറ്റാണ്. പക്ഷെ ഈ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയാൽ അവരെന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഇമേജും എന്നെ പറ്റിയിട്ടുള്ളതും ഒക്കെ എന്റെ ഇസ്സത്ത് അങ്ങോട്ട് വളരെ ചോർന്നു പോകും പടച്ചോനെ. ആയതുകൊണ്ട് ഈ അർത്ഥത്തിൽ എന്നെ വഷളാക്കരുത്, ഞാൻ കാരണം അവർക്ക് വെള്ളമില്ലാതാക്കരുത് എന്ന് പറഞ്ഞിങ്ങോട്ട് കരഞ്ഞ് പറഞ്ഞപ്പോ എന്റെ കാരുണ്യത്തിന്റെ അണ പൊട്ടി. ഞാൻ അവന് പുറത്തു കൊടുത്തു. അപ്പൊ ആളെ അറിയണ്ടേ? ആരാ? മൂസാ അലൈഹി സ്വലാം കൂടെ കണ്ടിട്ടില്ല. അപ്പൊ മൂസാ അലൈഹി സ്വലാമിന്റെ സംശയം, അല്ല പടച്ചോനെ, ആ ആളെ ഒന്ന് കണ്ടാത്തിറക്കത്തില്ല. ആരപ്പ നമ്മുടെ കൂട്ടത്തിൽ ആ ആള്? ഇത്ര കാലം ഈ 40 കൊല്ലം ഈ നെറികേടൊക്കെ ചെയ്യുമ്പോ ഞാൻ നിനക്ക് അവനെ കാണിച്ചു തന്നിട്ടില്ല. ഇപ്പൊ അവൻ എന്റെ സ്വന്തം ആളാ. അവനിപ്പോ പൊറുക്കലിനെ തേടി, അതേപോലെ തന്നെ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്ത് ഇന്ന് ഞാനും അവനും എന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്, എന്റെ സ്വന്തം ആളാണ്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്തായാലും അവനെ നിനക്ക് ഇനി കാണിച്ചു കൊടുക്കുന്ന പ്രശ്നമല്ല. അവൻ തെറ്റുകാരനായപ്പോൾ പോലും ഞാൻ നിനക്ക് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇനി കാണിച്ചു തരുന്നൊരു പ്രശ്നമില്ല എന്ന് പറയുന്ന ഇതാണ് അള്ളാഹു. ഇങ്ങനത്തെ ഒരു റബ്ബിനെ കുറിച്ച് നമ്മൾ നിരാശരാകണോ? ആ റബ്ബ് എന്തോന്ന് ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വേറെ ആരിനെ അന്വേഷിച്ച് നടക്കേണ്ടതുണ്ടോ? ഒന്നും വേണ്ടതില്ല. എന്ന് മാത്രമല്ല, നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും, റബ്ബക്കും ഇന്നഹു കാന ഗഫാറ വയുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. വിശുദ്ധ സൂറത്ത് നൂഹിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട്, ആ സമൂഹത്തോട് കൃത്യമായിട്ട് വിളിച്ചു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് മഴ വർഷിക്കും, നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് തരും, നിങ്ങളുടെ മക്കളെ തരും, ഐശ്വര്യം തരും. ഇത് എന്തെല്ലാം ആവശ്യമുണ്ടോ ആവശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിർവഹിച്ചു തരുവാൻ ഇസ്തിഗ്ഫാർ തന്നെ മതി എന്ന് പറയുന്ന ആയത്തുകൾ കാണാം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതത്തഹിരീൻ. അങ്ങേയറ്റം തൗബ ചെയ്യുന്ന ആളുകളും വിശുദ്ധി കൈവരുന്ന ആളുകളും ഉണ്ടെങ്കിൽ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇല്ലാമൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറുർ റഹീമ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഈ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് സാലിഹായ അമലുകൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റുകൾക്കെല്ലാം പകരമായിട്ട് അള്ളാഹു ആ നന്മകൾ കൊണ്ട് ആ തെറ്റുകളെയൊക്കെ മായ്ച്ചു കളയുവാൻ നിങ്ങളുടെ ഗഫൂറും റഹീമുമായ നാഥൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാണ് നമ്മളോട് ചോദ്യം. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു വർത്തമാനമാണ്. ഇസ്തിഗ്ഫാർ എന്തുമാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസ്തഗ്ഫിറുല്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ റസൂൽ 100 തവണ ഒരു ഇസ്തിഗ്ഫാർ ചെയ്തു എന്നാ പറയണം.
നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പരമാവധി നിസ്കാരം കഴിഞ്ഞപാട് അസ്തഗ്ഫിറുല്ലാ 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 എന്ന് 3 പ്രാവശ്യം പറയും. ഇതിന്റെ അപ്പുറം നമ്മൾ ഒരുപക്ഷെ പറയില്ല. പക്ഷേ ഈ അസ്തഗ്ഫിറുല്ലാ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രത്തിൽ നിന്നൊരു വർത്തമാനം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. നോക്കുക, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒരു യാത്ര പോയി ഒരു പള്ളിയിൽ ചെന്ന് അവിടെ താമസിക്കാൻ വേണ്ടി, രാത്രി അവിടെ ചെന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ അവിടെയുള്ള പള്ളിയിലുള്ള ആൾ സമ്മതിച്ചില്ല. ഇവിടെ പള്ളിയിൽ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് അപ്പുറത്ത് ഒരു റൊട്ടി കച്ചവടക്കാരനുണ്ട്. അങ്ങേർക്ക് ഇദ്ദേഹത്തെ ഒക്കെ കൂടെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. വരും, എൻ്റെ വീട്ടിൽ വന്ന് കിടക്കാം, നമുക്ക് അവിടെ പോയി കിടക്കാമെന്ന് പറഞ്ഞു പോയി. അവിടെ ആ വീട്ടിൽ കൊണ്ടുപോയി അവിടെയൊക്കെ കിടക്കാനും വിരിപ്പൊക്കെ ആക്കിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ റൊട്ടി പണിയായിട്ട് അദ്ദേഹം ഇങ്ങനെ അടുത്ത ദിവസത്തേക്ക് മാവ് കുഴിക്കുന്ന ഇത് തിരക്കിലാണ്. അതിനിടയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നേരം വെളുത്തപ്പോൾ ചോദിച്ചു, അല്ല താങ്കൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ, അതിന് മാത്രം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹ് എനിക്ക് ചോദിച്ചതിനൊക്കെ ഉത്തരം തന്നിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ചോദിച്ചോ അതെല്ലാം ഈ ഇസ്തിഗ്ഫാറിലൂടെ എനിക്ക് നേടിയിട്ടുണ്ട്. എന്നാ പിന്നെ അത് നിർത്തിക്കൂടെ? അല്ല, ഇനിയും നേടാത്ത ഒന്ന് ബാക്കിയുണ്ട്. അതെന്താണ്? മദീനയിൽ പോയി ഇമാം അഹ്മദ് ബിൻ ഹംബലിനൊന്ന് കാണണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഹംബലി ഇമാം പറഞ്ഞു, എന്നാൽ ആ ആഗ്രഹം നടത്തിയിരിക്കുന്നു. അള്ളാഹു നീ ഇനി മദീനയിലേക്ക് പോണ്ട, നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇതാ കാണിച്ചു തന്നിരിക്കുന്നു. ഞാനാണ് അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ഒരു ചരിത്രം അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ഈ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല, സംഗതി വലിയ ഒരു വിഷയമാണ്. അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ ഇസ്തിഗ്ഫാറിന്റെ ദിവസങ്ങളെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.